ഹലോ ഗായ്സ്, എല്ലാവർക്കും സൂരജ് ഹെയർ ടിപ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സൂരജ് ഹെയർ ടിപ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂരജ് ഹെയർ ടിപ്സ്. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹെയർ ഗ്രോത്ത് ചലഞ്ച് തുടങ്ങിയിട്ട് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് 7 ഡേയ്സ് കംപ്ലീറ്റ് ആയി. ഇന്ന് 8ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ വീഡിയോ തുടക്കം തൊട്ട് കണ്ടിട്ടുള്ളവരാണെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എനിക്ക് ഈ ഒരു ഭാഗത്ത്, അതായത് നെറ്റി ഈ ഒരു ഭാഗത്തേക്ക് നന്നായിട്ട് കയറുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് നമ്മൾ എന്തായാലും ഒരാഴ്ച നമ്മൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത് നമുക്ക് അളന്ന് നോക്കാം. അപ്പം എൻ്റെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ ഹെയർ ഗ്രോത്ത് ചലഞ്ച് തുടങ്ങിയ സമയത്തുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഏകദേശം 10.5 സെൻറ്റിമീറ്റർ ആയിരുന്നു പറഞ്ഞിരുന്നത്. അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹെയർ ഗ്രോത്ത് എന്തോരം ഹെയർ വളർന്നു എന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇത് ഹെയറിൻ്റെ ലെങ്ത് അളക്കാൻ വേണ്ടി സ്കെയിലെടുത്തിട്ടുണ്ട്. ഹെയറിൻ്റെ ലെങ്ത് അളക്കാം. അതായത് 1.5 സെൻറ്റിമീറ്ററാണ് നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത് കൂടിയത്. അതായത് ഒരാഴ്ച കൊണ്ട് 1.5 സെൻറ്റിമീറ്റർ കൂടി. അപ്പോൾ എൻ്റെ ടിപ്സ് കുറച്ചൊക്കെ വലിച്ചിട്ടുണ്ട്. കുറച്ചൊന്നല്ല, ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പോയാലും നമുക്ക് ഹെയർ ഗ്രോത്ത് നന്നായിട്ട് കൂടുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു ഭാഗത്ത്, അതായത് നമുക്ക് ബേബി ഹെയർസ് ഈ 2 കഷണ്ടി, അതായത് നമുക്ക് നെറ്റി ചേർന്ന ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അത് പണ്ട് തൊട്ടേ എൻ്റെ ഒരു തലമുടി അങ്ങനെയാണ്. അപ്പം അതിനു വേണ്ടിയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ്. അതായത് ഈ ഭാഗത്ത് മുടി ഇല്ലാതെ വരുമ്പോഴത്തേക്ക്, അത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഹെയർ നമ്മൾ പൊക്കി, അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാധാരണ രീതിയിൽ ഇങ്ങനെ പറ്റിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതിനുശേഷം നമ്മളൊരു +2 +1 എത്തിയപ്പോഴത്തേക്കും ആണ് ഞാൻ പൊക്കി ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ തൊട്ടാണ് എൻ്റെ ഒരു ഈ ഭാഗത്തേക്ക് നെറ്റി കയറാനായിട്ട് തുടങ്ങിയത്. നേരത്തെ ഏകദേശം ഇത്രയും രീതിയിൽ നല്ല രീതിയിൽ മുടി ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇങ്ങനെ നമ്മൾ പൊക്കി ചെയ്യുന്നതിനനുസരിച്ച് ഇങ്ങനെ കയറി തുടങ്ങിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. അപ്പം ഒന്നുമില്ല, ഇതിന് ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. ഇതൊരു സിമ്പിൾ ടിപ്പാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ ആ ഒരു ഐറ്റം. അപ്പോൾ ഈ ഒരു സംഭവം വെച്ചിട്ടാണ് നമ്മളിന്ന് ഈ ഇവിടെ ബേബി ഹെയർസ്. അപ്പോൾ ഇത് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു ദിവസത്തേക്കും നമ്മൾ 2 ടാബ്ലറ്റാണ് എടുക്കുന്നത്. രാവിലെയും രാത്രിയിലുമാണ് നമ്മൾ തൂക്കുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മൾ വേണമെങ്കിൽ ഓയിലിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മൾ ഫുള്ളായിട്ടും അപ്ലൈ ചെയ്യാം. അല്ലാത്ത പക്ഷേ നമുക്ക് ഈ ഒരു ഭാഗത്ത് മാത്രം മതിയെങ്കിൽ ഇതിൻ്റെ ഒരു ടാബ്ലറ്റ് എടുത്തിട്ട് നമ്മുടെ 2 സൈഡിലും അപ്ലൈ ചെയ്ത ശേഷം നന്നായിട്ട് മസാജ് ചെയ്യണം. ഞാനപ്പോൾ ഇത് ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ കയ്യിലോട്ട് പൊട്ടിച്ച് വയ്ക്കുകയാണ്. ഇനി ഇത് ഡയറക്റ്റായിട്ട് നമ്മുടെ ഈ 2 നെറ്റിയിലേക്കും ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നന്നായിട്ട് മസാജ് ചെയ്യണം. പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അതായത് രാവിലെയും രാത്രിയിലും നമ്മൾ മസ്റ്റായിട്ടും, അതായത് ഈ ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ നമ്മൾ ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും, ഞാനിത് പറഞ്ഞില്ല എങ്കിൽ പോലും നിങ്ങളിത് ചെയ്യണം. അത് മസ്റ്റാണ്. അപ്പോൾ ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരേ ഒരു ടിപ്പാണ് ഈ വൈറ്റമിൻ ഇ ടാബ്ലറ്റ്. നമ്മുടെ തലയോട്ടിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ എവിടേക്കാണ് നമുക്ക് മുടി കൊഴിയുന്നത്, അല്ലെങ്കിൽ എവിടേക്കാണ് നമുക്ക് ബേബി ഹെയർസ് വളരേണ്ടത്, അവിടെയൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിത് കൈ ഫുള്ള് അപ്ലൈ ചെയ്തിട്ട് എൻ്റെ നെറുകം തലയിലും എല്ലായിടത്തും നമുക്ക് എവിടേക്കാണ് ഹെയർ വളരണമെന്ന് നമുക്ക് ആഗ്രഹമുള്ള അവിടെയെല്ലാം അപ്ലൈ ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഒരു 5 മിനിറ്റെങ്കിലും, ഏറ്റവും കുറഞ്ഞ 5 മിനിറ്റെങ്കിലും നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ. പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ താഴത്തെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കാം. ബൈ.